ബാർസലോണയുടെ ഇന്നത്തെ ഫ്രണ്ട്ലി മത്സരം 45 മിനിറ്റ് മാത്രമായിരിക്കും കളിക്കാൻ പോകുന്നുണ്ടാവുക. ഫ്രിയൂലി വെനീസിയ ജൂലിയ കപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂരിഭാഗം പേരും ബാർസലോണയുടെ ഇന്നത്തെ ഫ്രണ്ട്ലി മത്സരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 1 മണിക്കൂർ ഇടവേള വിട്ടുകൊണ്ടാണ് 2 മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. ഒന്ന് രാത്രി 12:30 മറ്റൊന്ന് 1:30 നടക്കുന്നത്. എന്താണ് സംഭവം? ഇതൊരു ട്രയാങ്കിൾ ടൂർണമെന്റ് ആണ്. 3 ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഇറ്റലിയിൽ നിന്നുള്ള ഉഡീസും, അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ നിന്നുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റും, അതോടൊപ്പം ലാലിഗയിൽ നിന്നുള്ള ബാർസലോണയുമാണ്. 3 ടീമുകൾ പങ്കെടുക്കുന്നു. ഓരോ ടീമിനും 2 മത്സരങ്ങൾ. 90 മിനിറ്റ് അല്ല കളി, 45 മിനിറ്റ് മാത്രമായിരിക്കും കളി നടക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ടീമുകൾ ഈ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരാകുന്നുണ്ടാവുക? നിശ്ചിത 45 മിനിറ്റിനുള്ളിൽ കളിച്ച് വിജയിക്കുന്ന ടീമിന് 3 പോയിന്റ് ലഭിക്കും. ഇനി മത്സരം സമനിലയായാൽ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക്. ആ പെനാൾട്ടി ഷൂട്ടൗട്ട് വിജയിക്കുന്ന ടീമിന് 2 പോയിന്റ് ലഭിക്കും. അത് പരാജയപ്പെടുന്ന ആ ടീമിന് 1 പോയിന്റ് ലഭിക്കും. ഇനി നിശ്ചിത 45 മിനിറ്റിനുള്ളിൽ തന്നെ പരാജയപ്പെടുന്ന ടീമിന് 1 പോയിന്റ് ലഭിക്കുകയില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനായിരിക്കും ആ കപ്പ് നൽകുന്നുണ്ടാവുക. കേൾക്കുമ്പോൾ ഇതെന്ത് ഫുട്ബോൾ എന്നൊക്കെ തോന്നും. ആദ്യമായിട്ടാണ് ഈ കപ്പ് നടക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ മെയിൻ തിങ് പ്രീ സീസണ് പ്രിപ്പറേഷൻ നടത്താൻ ടീമുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കളിക്കാരുടെ ഫിറ്റ്നസും ടാക്ടിക്സും കോമ്പിനേഷനും, പ്രത്യേകിച്ച് പുതിയ കളിക്കാരുടെ അഡാപ്റ്റേഷനും അങ്ങനെ തുടങ്ങിയ പുതിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഒരു മത്സരം നടക്കുന്ന സമയം കൊണ്ട് തന്നെ 2 എതിരാളികൾക്കെതിരെ കളിക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ ടൂർണമെന്റ് ആണ്. ആദ്യമായിട്ടാണോ നിങ്ങളും ഈ ടൂർണമെന്റിനെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും?